ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ചിന്തകളാണ്. 2 പയലാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ബ്ലൂ ലവ് ആൻഡ് സെക്കൻഡ് വൺ ഗ്രീൻ ലവ്. നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന, ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പയൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്ത റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം അവരെ ശാന്തത, കാരണം നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്ക് കൂടിയോ ബഹളം വെച്ചോ അല്ലെങ്കിൽ സ്ട്രെസ്സോ സ്ട്രെയിനോ നിങ്ങളുടെ കോളെടുത്തില്ലേ നിങ്ങൾ പിണങ്ങുമോ എന്നുള്ള ടെൻഷനോ ഇതെല്ലാം കൊണ്ട് ആകെപ്പാട് ഗ്ലൂമി ആയിട്ടിരുന്ന ഒരാളായിരിക്കാം. മീൻസ് ആ ഒരു സമയത്ത് സ്ട്രെസ്സും സ്ട്രെയിനും അല്ല, ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്നിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളും വിളിക്കാനില്ല, മറ്റൊരാളും വിളിക്കാനില്ല, ശാന്തമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശാന്തതയ്ക്കിടയിലും നിങ്ങളുടെ ഒരു കോള് വന്നിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നൊരു സമയമാണ്. കാരണം നിങ്ങൾ ആരുടെയൊക്കെയിലോട്ടും അവരെ വിട്ടു പോവില്ല എന്ന് ഒരു അഹങ്കാര ഭാവത്തിൽ ഉള്ളൊരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ അത്ര 100% കോൺഫിഡൻറ്റ്, ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയോ ഒരു മാസമൊക്കെ മിണ്ടാതിരിക്കാമെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്കിടയിലൊരു മിണ്ടാതിരിക്കൽ വരത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ഇത്രയും നേരം സംസാരിക്കാതിരിക്കുമെന്നും നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഒരുപക്ഷെ എന്നല്ല, ഇതിൽ കിട്ടുന്നൊരു എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും സോഷ്യൽ മീഡിയ വഴി ആകണമെന്നില്ല. ഫ്രണ്ട്സ് വഴിയുള്ള നിങ്ങളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയം ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ അവരെന്താ പറയുക, ഹൈഡ് ചെയ്ത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ കുറച്ചുകൂടി ഗ്ലോ ആയിട്ടുണ്ടാവാം. ഈ പയൽ കാണുന്നവർ കുറച്ചുകൂടി ഹാപ്പി മൈൻഡിലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ പേഴ്സൺ അപ്പാട് വണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും ആ ശാന്തതയിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മിസ് ചെയ്തതിൻ്റെ പെയിൻ ഒരു വശത്തുണ്ട്. അവർക്ക് ആശങ്കയാണ്, വീണ്ടും നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ള പേടിക്കൊപ്പം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആ സമയത്ത് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ വീണ്ടും പഴയ പോലെ ആകുമോ എന്നുള്ളൊരു ആശങ്കയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ആ ആശങ്ക കൂടാതെ അവർ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ന് വെച്ചാൽ നിങ്ങളെ അവർ തീർത്തും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുമല്ല. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്ന ആ സെക്കൻഡ് വരെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ പേരിലോ വഴക്ക് കൂടിയവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആ വഴക്ക് ഇങ്ങനെ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ മാറി അതിൻ്റെ ശാന്തതയാണ് അവർക്കുള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങളില്ലാത്തത് ഒരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യതയിൽ നിന്നുള്ള ശാന്തതയുള്ളവരിവിടെ കാണുന്നത്. കാരണം നിങ്ങളില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് അവർ ഭയങ്കര സ്റ്റക്കാണ്. അവർക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൂടുതലായിട്ട്. അവരെല്ലായിടവും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണെ ഡെയിലി കാണുന്നതായിരിക്കും. പക്ഷെ അവരെല്ലായിടവും ഉണ്ടെങ്കിലും അവരുടെ ഒരു ആത്മവിശ്വാസം, അവരുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും ബഹളം വെച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെ വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത്. പക്ഷേ നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ കാണുന്നത്, നിങ്ങളും നോക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ആ വ്യക്തി വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ തിരിച്ച് അല്ലെങ്കിൽ ആ പഴയ രീതിക്ക് ഈ റിലേഷൻ പോകണം എന്നുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് തുടർച്ചയായിട്ട് വഴക്കുകളാണെങ്കിൽ, അങ്ങനെ ഒരു ഇറിറ്റേഷൻ ആണെങ്കിൽ, അങ്ങനെ ഒരു സ്ട്രെസ്സ് അല്ല അങ്ങനെ ഒരു ടെൻഷൻ താങ്ങാനായിട്ട് ഈ വ്യക്തിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചിന്തകളെന്ന് പറയുന്നത് നിങ്ങളെ വേണം, പക്ഷെ അതെങ്ങനെ നിങ്ങളും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്ത് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യമാണ് അവരുടെ മനസ്സിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നെഗറ്റീവ് വെച്ച് കഴിഞ്ഞ ഒരു ടൈമിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സമയത്ത് നിങ്ങളതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ്
തെറ്റ് ആയിരിക്കാം നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ളൊരാശങ്കയിലും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ പോലും വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് ആ റിലേഷൻ പോയാൽ അവർ ഹാപ്പി. കാരണം നിങ്ങളില്ലാതെ ഹാപ്പിനെസ് ഇല്ല എന്നൊരവസ്ഥയിലാണ്. എന്നാലും ഒരു എന്താ പറയുക, കൂടുതൽ നാളൊന്നും നിങ്ങളുടെ പേഴ്സണ് ഇങ്ങനെ നിങ്ങളില്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അവർ മാക്സിമം മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൽ. കാരണം ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്തേക്കാൾ കൂടുതൽ ആ പേഴ്സൺ ഇപ്പോൾ തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയും ഒരു കാര്യം ആ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. കാരണം ആ പേഴ്സൺ അതിലൊന്നും ആ പേഴ്സണ് സന്തോഷം അങ്ങനെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി സർക്കിളിലൊക്കെ ഇരുന്നിട്ടൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഇഷ്ടം നിങ്ങളുടെ പേഴ്സണ് കൂടുതലുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ആ പേഴ്സണ് താല്പര്യമില്ല. ആ പേഴ്സൺ എപ്പോഴും അവർക്ക് നിങ്ങളോട് ഇഷ്ടം കുറവാണെന്ന് തന്നെ ആയിരിക്കാം. അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറവാണ് എന്ന് തന്നെ കാണിക്കുന്നതിലാണ് ഇഷ്ടം. കാരണം നിങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പത്തിലായാൽ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് കൂടുമെന്നോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അടിമയായി പോകുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ മിഥ്യാധാരണകളും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്നും മാക്സിമം ഇടയ്ക്ക്, അതായത് നിങ്ങളുമായിട്ട് അടുത്ത് പോകുമെന്ന ഘട്ടങ്ങളിൽ ഗ്യാപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെപ്പറേഷൻ വന്നത്. എന്നിരുന്നാൽ പോലും ആ സെപ്പറേഷൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വന്ന് മിണ്ടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. മിണ്ടിക്കഴിഞ്ഞാൽ കുഴപ്പമാകത്തില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുന്നത്. എന്തായാലും ഈ കൺഫ്യൂഷൻ മൈൻഡ് കുറേ നാൾ അങ്ങനെ നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, അല്ല അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഉടൻ തന്നെ ഒരു കോളോ ഒരു മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. പക്ഷേ അങ്ങനെ കോളോ മെസ്സേജോ വന്നാലും ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാം തുറന്നു പറയണമെന്നൊന്നുമില്ല. പഴയ പോലെ തന്നെ ഈഗോ ഹൈ ആയിട്ട് നിന്നിട്ട് അല്പം ഗ്യാപ്പിട്ട് തന്നെയായിരിക്കും നിൽക്കുക. എന്നാലും അങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ആഗ്രഹവും ഈ ഒരു പേഴ്സണുണ്ട്. ഓക്കെ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഒരബദ്ധത്തിൽ ഉണ്ടായിപ്പോയതാണ് എന്ന് വിശ്വസിക്കുകയും തിരിച്ചു വന്ന് മിണ്ടാനായിട്ട് ചില കാർഡ്സ് ഫസ്റ്റ് പൈലായിട്ട് സെയിം ആണ്. അതായത് തിരിച്ചു വന്ന് മിണ്ടാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. നിങ്ങളുമായിട്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും അവർക്ക് മുന്നോട്ട് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലാണ് ആ പേഴ്സൺ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൽ ഒന്നിലധികം തേർഡ് പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫ്ലേർട്ടിങ് എനർജി ഉള്ള ആളായിരിക്കാം, ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം അല്ലെങ്കിൽ നിങ്ങളോട് ഗ്യാപ്പ് ഇട്ടാലും അവരുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മറ്റു വഴികളിൽ കോളോ മെസ്സേജോ ഒക്കെ അയച്ച് മുന്നോട്ട് പോയി ഹാപ്പിനെസ് കണ്ടെത്താം, അല്ലെങ്കിൽ ഇതിൽ നിന്നും ചിന്തകളെ മാറ്റാം എന്നുള്ള ധാരണയിലൊക്കെയാണ് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അത് തെറ്റായ ധാരണയാണെന്ന് മനസ്സിലാക്കി വളരെ സങ്കടത്തിൽ തിരിച്ചു വന്ന് സംസാരിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുവരെയുള്ള ആശങ്കയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു റിലേഷനായി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കാനുള്ളൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണ്ട എന്നൊരു സ്റ്റേജ്, ഭക്ഷണം കഴിക്കണ്ട, വിശപ്പില്ലായ്മ, അതന്നെ വിശപ്പില്ലായ്മ, അതുപോലെ ക്ഷീണം, രാത്രി ഉറക്കക്കുറവ്, അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ആ പേഴ്സണുണ്ട്. പക്ഷേ നിങ്ങളൊരു പക്ഷേ നിങ്ങളെ കാണുന്നുണ്ടാവും ആ പേഴ്സൺ ഒരുപാട് സമയത്ത്. ചിലപ്പോൾ നിങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയിലൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി ആ പേഴ്സൺ വരുന്നുണ്ട്. നിങ്ങൾ പക്ഷേ കണ്ടിട്ട് പോലും മൈൻഡാതെ പോകുന്നു.
നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയമാണിത്. നിങ്ങൾ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നൊരു സമയമായിരിക്കും ഇത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളവരെ മൈൻഡാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു റിലേഷനിലായോ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നൊരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്. അതുപോലെ നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ നെഗറ്റീവ് എഫക്റ്റാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. ഫാമിലി പ്രോബ്ലംസ്, അത് ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എനർജിയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഇപ്പോൾ അവരുടെ എനർജിയാണ് ഈ സെക്കൻഡ് പൈലിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫാമിലി റിലേഷൻ ചിലപ്പോൾ പേരൻസ്, ഗ്രാൻഡ് പേരൻസോ പേരൻസോ ഒക്കെ ഇവരുമായിട്ട് എന്തോ പ്രശ്നത്തിലൊക്കെ ഏർപ്പെട്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലണം എന്നൊരു താല്പര്യമില്ലാതെ നിൽക്കുന്നൊരു സ്റ്റേജ്. അതല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ എന്താ പറയുക, കൊളീഗ്സിൻ്റെയിലോ അതല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ സമ്മർദ്ദം അനുഭവിക്കുക, അങ്ങനെ വല്ലാത്ത, അപ്പം നിങ്ങൾ പോയത് മൂലമാണ് ഈ അവസ്ഥകൾ എന്നെല്ലാമാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് വന്ന് സംസാരിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളെ അത്രയ്ക്ക് വേദനിപ്പിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെ വെറുപ്പിക്കുക, അതായത് നിങ്ങളെ കുറേ നാളത്തേക്ക് ഒഴിവാക്കി നിർത്തുക. ഒരു പക്ഷേ മറ്റൊരു റിലേഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നിയ സമയത്ത് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോഴായിരിക്കാം ഇത്രയും നിങ്ങളെ പെയിൻഫുള്ളായൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ മാറിയിട്ടുണ്ടാവുക. പക്ഷേ ആ ആൾക്കാരെല്ലാം ഫേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ സങ്കടവും, ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ ഇനി അവരോട് എന്തൊക്കെയായിരിക്കും പറയാൻ പോകുക എന്നുള്ള വിഷമവും എല്ലാം ഈ പേഴ്സണുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണായിട്ട് ഡെയിലി എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് കിടക്കുക എന്നതിനപ്പുറം അവർക്ക് ഒന്നിലും ഒരു ഹാപ്പിനെസ് ഇല്ല. അവരൊന്നും ഈ ലോകത്ത് കാണുന്നില്ല. അവരെങ്ങനെയോ അവരുടെ റൊട്ടീൻ തള്ളി നീക്കുകയാണ്. ഓരോ ദിവസം ഈവൻ ഓരോ കോൾ വരുമ്പോഴും ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ബ്ലോക്കൊക്കെ ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ കോളോ മെസ്സേജോ അവർ വെയിറ്റ് ചെയ്യണം. നിങ്ങളിൽ നിന്നൊരു ചെറിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം അതുണ്ടായാൽ അവർക്ക് ഹാപ്പി ആകും അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കോൾ വരുമ്പോഴും ചിലപ്പോൾ ഇതിൽ ബ്ലോക്ക് ചെയ്താലും ഏതെങ്കിലും വിധത്തിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ എനർജി കാണുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുന്നവരാവാം ഇതിലുള്ളത്. അപ്പോൾ ഓരോ കോൾ വന്നാലും നിങ്ങളാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ആ കോൾ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളല്ലാന്ന് അറിയുമ്പോൾ അവർ ഗ്ലൂമിയായി പോകുന്നുണ്ട്. അതുപോലെ എല്ലാ സോഷ്യൽ മീഡിയാസിലും നിങ്ങളുടെ ഒരു മെസ്സേജ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരതാറുണ്ട്. പക്ഷെ എല്ലാവരുടെ ഫെയിലാണ്. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടേക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ പോകണ്ട. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവ് ആയെങ്കിൽ പോലും നിങ്ങൾ മാത്രം മതി എന്നൊരു വ്യക്തമായ ഡിസിഷൻ ഇതുവരെ നിങ്ങളുടെ പേഴ്സണ് വന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ മതി എന്നൊരു തീരുമാനത്തിൽ തിരിച്ചു വന്നാൽ മാത്രമേ അവരിങ്ങോട്ട് വന്ന് നിങ്ങളോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് ജോയിനായി പോകുന്ന സമയത്ത് മാത്രമേ നിങ്ങളും അവരോട് കൂടിയിരിക്കാവൂ. അതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. കാരണം അവർക്ക് നിങ്ങളില്ലാതെ ഒരു ലൈഫ് ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.